നമ്മുടെ ഷോപ്പിലിരിക്കുന്ന ടോട്ടൽ സ്റ്റോക്ക് വാല്യൂ എങ്ങനെ കാണാമെന്ന് നോക്കാം. റിപ്പോർട്ട്സ് എടുക്കുക. സ്റ്റോക്ക് വാല്യൂ റിപ്പോർട്ട്സിൻ്റെ അകത്ത് സ്റ്റോക്ക് വാല്യൂ എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ദെൻ അതെടുക്കുക. ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് അവിടെ ആസ് ഓൺ ഡേറ്റിൽ കിടക്കുക. റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് ഓരോ കാറ്റഗറി തിരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ സ്റ്റോക്കും എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണ്, ആവറേജ് റേറ്റ് എത്രയാണ്, ദെൻ വാല്യൂ എത്രയാണ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ദെൻ ആ കാറ്റഗറി തിരിച്ചിട്ടുള്ള ടോട്ടലും ഉണ്ടാവും. ദെൻ ഫൈനൽ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തൊരു ടോട്ടലും ഉണ്ടാകും. ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, 125 ക്വാണ്ടിറ്റി ഉണ്ട്. 2,69,038 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇനി ഇതിനെ കാറ്റഗറി തിരിച്ച് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്, നമുക്കിതിൽ കാറ്റഗറി തിരിച്ചെടുക്കണം. നമുക്ക് ആക്സസറീസ് മാത്രം ഒന്ന് കാണണമെങ്കിൽ ആക്സസറീസ് എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്യുക. ഈ ഫിൽറ്റർ കൊടുക്കുക. ദെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസറീസിനകത്തുള്ള സബ് കാറ്റഗറിയും അതിൻ്റെ ടോട്ടലും കാണിക്കും. ഹാൻഡ്സെറ്റ് മൊബൈൽ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺസിൻ്റെ സ്റ്റോക്കിന് എത്ര ബാക്കിയുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ ആ കാറ്റഗറി ഫിൽറ്റർ കളയണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക, റിഫ്രഷ് ചെയ്യുക, ടോട്ടൽ സ്റ്റോക്ക് കാണാം. ഇത് ഇൻക്ലൂഡിങ് ടാക്സ് റേറ്റ് ആയിരിക്കും ഈ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ടാക്സ് എക്സ്ക്ലൂഡിങ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ റേറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ടാക്സ് ഇല്ലാത്ത റേറ്റ് ആയിരിക്കും ഇപ്പോൾ കാണിക്കുന്നത്. ഇത് നമുക്ക് ടാക്സ് വൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് വൈസ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിവിടെ ടാക്സ് ചൂസ് ചെയ്ത് 5% അതിൻ്റെ മാത്രം കാണണമെങ്കിൽ അങ്ങനെ കാണാം. ദെൻ പർച്ചേസ് പ്രൈസ് അല്ലാതെ റീറ്റെയിൽ റേറ്റ് വെച്ചിട്ടും കൂടെ നമുക്ക് കാൽക്കുലേഷൻ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. പ്രൊഡക്റ്റ് ടൈപ്പ്, അതായത് പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് ആണോ, പ്രൊഡക്റ്റ് ആണോ, സർവീസ് ആണോ, ഇതിൻ്റെ മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. ഒരു ലൊക്കേഷൻ വൈസ് സ്റ്റോക്ക് കാണണമെങ്കിൽ അതും കാണാം. ഇത്രയും ഫിൽറ്റേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇതിപ്പോൾ ഓരോ കാറ്റഗറിയുടെയും ടോട്ടൽസ് ഉണ്ട്. നമുക്ക് ആ കാറ്റഗറി ടോട്ടൽ വേണ്ട, മൊത്തത്തിൽ ടോട്ടൽ മതി എന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറി ടോട്ടൽ റിമൂവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐറ്റവും മാത്രം കാണിക്കും, അതിൻ്റെ ടോട്ടൽസും കാണിക്കും. ദെൻ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ മാത്രമായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ആ ബ്രാൻഡിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്ത് അവിടെയും കൊടുക്കാം. ഇപ്പോൾ സാംസങ് മാത്രം കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ സാംസങ് മാത്രം ചൂസ് ചെയ്യുക. സാംസങ്ങിൻ്റെ മാത്രം പ്രോഡക്റ്റ് ഇവിടെ കാണാം. ഇപ്പോൾ സാംസങ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് വരാത്തത്. ഇത് ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്കിനകത്ത് നമുക്കിത് എക്സലിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ദെൻ അവിടുന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവും ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റോക്ക് വാല്യൂ ടോട്ടലായിട്ട് നമുക്ക് എടുത്ത് നോക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.